everyone, welcome back to Xylem Learning. അക്ഷയ് സാർ ആണ്. സോ മക്കളെ 7th CBSE പുതിയ ടെക്സ്റ്റ് ബുക്ക് ക്യൂരിയോസിറ്റിയിലെ ബയോളജി ചാപ്റ്ററിന്റെ അനാലിസിസ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. സോ കാണാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ കാണാം കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ബയോളജി ചാപ്റ്റേഴ്സ്, പുതിയ ടെക്സ്റ്റിലെ കംപ്ലീറ്റ് ബയോളജി ചാപ്റ്റേഴ്സും അനലൈസ് ചെയ്തുകൊണ്ട് സാറ് കുറെ കാര്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് സാറ് വന്നിരിക്കുന്നത് അതിൽ നമ്മൾ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ, ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്റർ ആയ അഡോളസെൻസ് എ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനാണ് സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഇതിൽ മക്കളെ ചാപ്റ്റർ അഡോളസെൻസ് ആണ്, നമുക്കറിയാം. അപ്പൊ അഡോളസെന്റ് പീരീഡ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അതിന് മുന്നോടിയായി സാറ് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് തക്കാളി വിത്ത്. ആ വിത്ത് നമ്മൾ നടുന്നു, ആ വിത്ത് മുളക്കുന്നു, ചെടിയായി മാറുന്നു. എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, ഇതിവിടെ ചെടിയായി മാറിയതിന് ശേഷം ഉടനെ തന്നെ വിത്തുകൾ ഉണ്ടാക്കുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു വിത്ത് മുളച്ചുകൊണ്ട് ഒരു ചെടിയായി മാറി, ആ ചെടി മുളച്ചതിന് ശേഷം ഉടനെ അടുത്ത വിത്ത് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലേ, ഒരിക്കലും ഇല്ല. അപ്പൊ ഒരു ചെടി, വിത്ത് ഇവിടെ മുളച്ചു, ഒരു ചെടി ഉണ്ടായി, ആ ചെടി ഇതാ വലുതായി, അത് പൂക്കൾ അല്ലെ, പുഷ്പിച്ചു, പൂക്കൾ വന്നു. അതിനുശേഷം അവിടെ പോളിനേഷൻ നടന്നതിന് ശേഷമാണ് അവിടെ കായകൾ ഉണ്ടായത്, വിത്തുകളൊക്കെ ഉണ്ടായത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ കുട്ടികളെ? നമ്മുടെ ചെടി എന്ത് ചെയ്തു, ഇവിടെ എത്തി, ഇവിടുന്ന് അതിന് മെച്ചുറേഷൻ സംഭവിച്ചു അല്ലെ, അതിനൊരു മെച്യൂരിറ്റി കൈവരിച്ചു. ആ മെച്യൂരിറ്റി കൈവരിച്ചതിന് ശേഷമാണത് സീഡും ഫ്രൂട്ടും ഒക്കെ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്തത് അല്ലെ. ശരിയല്ലേ മക്കളെ? അല്ലടാ, അത് തന്നെയാണ്. അപ്പൊ ഇത് പ്ലാന്റ്സിന് മാത്രമാണോ ആപ്ലിക്കബിൾ? അല്ലല്ലേ, പ്ലാന്റ്സിന് മാത്രമല്ല ആപ്ലിക്കബിൾ, എല്ലാത്തരം ജീവജാലങ്ങൾക്കും നമുക്കിത് അപ്ലിക്കബിൾ ആണെന്ന് പറയാം. ശരിയല്ലേ മക്കളെ? നമ്മുടെ കേസ് നോക്കാം. നമ്മൾ ജനിച്ച ഉടനെ തന്നെ നമുക്ക് വീണ്ടും ഒരു കുട്ടിയെ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ജനിച്ചു വളർന്നതിന് ശേഷം നമ്മൾ വളരും അല്ലെ, നമുക്ക് ഗ്രോത്ത് ഉണ്ട് അല്ലെ മക്കളെ. നമ്മളിങ്ങനെ വളർന്ന് 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 ഒരു പർട്ടിക്കുലർ ഏജ് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ പർട്ടിക്കുലർ സമയം എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ബോഡിയിൽ പല ചേഞ്ചസ് സംഭവിക്കുന്നു അല്ലെ. നമ്മൾ മെച്ചുവേർഡ് ആവുന്നു, നമ്മുടെ ബോഡിയിലെ അവയവങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, മെച്ചുവേർഡ് ആവണം. എസ്പെഷ്യലി സെക്സ് ഓർഗൻസ് ഒക്കെ എന്താണ്, മെച്ചുവേർഡ് ആവുകയാണ്. അങ്ങനെ മെച്ചുവേർഡ് ആയതിനു ശേഷമാണ് പിന്നീട് നമുക്ക് റീപ്രൊഡക്ഷൻ അല്ലെ, കുട്ടികൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നത്. ശരിയല്ലേ മക്കളെ? അതെ, മക്കൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനുഷ്യന്മാര് സാധാരണ നിങ്ങൾക്ക് അറിയാം അല്ലെ, എന്താ സംഭവിക്കുക, നമ്മൾ പ്രസവിക്കുന്നവരാണ് അല്ലെ. ശരിയല്ലേ കുട്ടികളെ? വി ഗിവ് ബർത്ത് ടു അവർ യങ് വൺസ് അല്ലെ, നമ്മുടെ അമ്മമാര് നമ്മളെ പ്രസവിച്ചതാണ്. ഇനിയിപ്പോ ഒരു കോഴിയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവര് മുട്ടയിടുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ കുട്ടികളെ? അവര് മുട്ടയിട്ടതിന് ശേഷം ആ മുട്ടയ്ക്ക് അടയിരുന്നു കൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ മുട്ട വിരിഞ്ഞുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. എന്നാൽ ആ കോഴിക്കുഞ്ഞുങ്ങൾ ഉടനെ തന്നെ അടുത്ത മുട്ടയിടുന്നുണ്ടോ? ഇല്ലല്ലേ. കോഴിക്കുഞ്ഞുങ്ങൾ തീറ്റയൊക്കെ തിന്ന് നല്ല രീതിയിൽ വളർന്നതിന് ശേഷമാണ്, നല്ല രീതിയിൽ മെച്ചുവേർഡ് ആയതിനു ശേഷമാണ് പിന്നീട് അത് മുട്ടയിടുന്നത് അല്ലെ. കോഴിക്കുഞ്ഞി വളർന്ന് വലിയ കോഴിയാവുമ്പോഴാണ് അത് മുട്ടയിടുന്നതും റീപ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നതും. ശരിയല്ലേ മക്കളെ? ശരിയാണല്ലേ. അപ്പൊ സാർ ഒരു ടേം പറഞ്ഞേ, മുട്ടകൾ ഇടുന്ന ആനിമൽസിന് അല്ലെങ്കിൽ മുട്ടകൾ ഇടുന്ന ജീവികളെ നമ്മൾ ഓവിപാരസ് എന്നാണ് പറയാം, ഓവിപാരസ്. എന്നാൽ നേരത്തെ നമ്മൾ മനുഷ്യന്റെ കേസ് പറഞ്ഞപ്പോ നമ്മള് പ്രസവിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ മാമൽസ് വി ഗിവ് ബർത്ത് ടു യങ് വൺസ് എന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെ പ്രസവിക്കുന്നവരെ നമ്മള് അനിമൽസിനെ നമ്മൾ വിളിക്കുന്ന പേര് വിവിപാരസ് എന്നാണ്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ ഇതുവരെ സാറ് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ജീവി അത് ജനിച്ച് അതിന്റെ ശരീരത്തിന് മെച്ചുറേഷൻ അല്ലെ, പാകപ്പെടൽ സംഭവിച്ചതിന് ശേഷമാണ് പിന്നീട് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ ആണ് സാറ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ജനിച്ച് നമ്മൾ ഇങ്ങനെ വളർന്നു വരുന്ന സാഹചര്യത്തില് നമ്മുടെ ബോഡിക്ക് പല ചേഞ്ചസുകളും സംഭവിക്കും. നമ്മൾ അഡോളസൻസ് പീരീഡിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബോഡിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്.
അതേക്കുറിച്ചൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടില് സാർ ഇപ്പൊ നിങ്ങൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് അടുത്ത സ്ലൈഡിലേക്ക് കടക്കാം. ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. എന്താ പറയുന്നത് നോക്കിക്കേ, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും ശ്രദ്ധിക്കണേ. ദ ജേർണി ഓഫ് ലൈഫ് ഓഫ് എ ഹ്യൂമൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് സ്റ്റേജസ്. അല്ലെ, മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ മൊത്തം ജീവിതം, അല്ലെ, നമുക്കറിയാം ഒരു തവണ ജനിച്ചാൽ നമ്മൾ ഒരു സമയം കഴിയുമ്പോൾ മരിക്കും, അല്ലെ. അപ്പൊ ജനനത്തിന്റെയും നാച്ചുറൽ ഡെത്തിന്റെയും, സ്വാഭാവികമായി നമ്മൾ മരിക്കൂലേ, പ്രായമൊക്കെ ആയിട്ട് മരിക്കൂലേ, ഓക്കെ, അങ്ങനെ മരിക്കുന്ന കാര്യമാണ് പറയുന്നത്. നമ്മള് ജനിച്ചത് മുതൽ നമ്മുടെ നാച്ചുറൽ ഡെത്ത് വരേക്കുമുള്ള ടൈമിനെയാണ് ലൈഫ് സ്പാൻ എന്ന് പറയും. ആ ലൈഫ് സ്പാനിൽ, മനുഷ്യന്റെ ലൈഫ് സ്പാനിൽ ഡിഫറെന്റ് സ്റ്റേജസ് ആണ്. ഇൻഫാൻസി, ആദ്യത്തത് ചെറിയ കുട്ടിയാണ്, ഇൻഫാൻസി, കൈക്കുഞ്ഞാണ്, അല്ലെ. നമ്മളെ പല ആളുകളും കൊഞ്ചിക്കാറുണ്ട്, അല്ലെ, ടുട്ടുടുവാവേ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ ഇൻഫാന്റ് സ്റ്റേജിലാവുന്ന സമയത്ത് ആളുകളൊക്കെ നിങ്ങളെ കൊഞ്ചിച്ച്, അല്ലെ, കയ്യിലൊക്കെ എടുത്ത് നടക്കണം. അവിടെ നിങ്ങൾ വളർന്ന് 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 ചൈൽഡ്ഹുഡ്, നിങ്ങളെ ബാല്യകാലത്തിലേക്ക് എത്തി. ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞതാണ് നമ്മുടെ ബാല്യകാലം എന്ന് പറയുന്നത്, അല്ലെ. അല്ലടാ കുട്ടികളെ, നിങ്ങളുടെ ബാല്യകാലം നിങ്ങളൊന്ന് ഓർത്തെടുത്തെ. വളരെ രസകരമായിരുന്നില്ലേ? പല സ്ഥലത്തേക്ക് നിങ്ങള് അമ്മ വീട്ടിൽ പോകുമായിരുന്നു, അല്ലെ, നിങ്ങള് പിന്നെ കളിക്കുമായിരുന്നു ധാരാളമായിട്ട്, ശരിയല്ലേ? വളരെയധികം ഓർമ്മകൾ നിറഞ്ഞ കാലമാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഈ ചൈൽഡ്ഹുഡ് കഴിഞ്ഞാൽ വരുന്നതാണ് അഡോളസൻസ്, അല്ലെ. നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. നമ്മുടെ ചെറിയ കുട്ടികളല്ല, നമ്മൾ കുറച്ച് വലുതായി എന്ന് നമുക്ക് തോന്നുകയാണ്, അല്ലേടാ കുട്ടികളെ, അല്ലെ. നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു പ്ലാനിങ്ങും നല്ല രീതിയിൽ ചിട്ടയായ ഒരു ജീവിതത്തിലേക്ക് നയിക്കണം എന്നൊരു ചിന്ത നമുക്ക് വരികയാണ്. അതിനുശേഷം നമുക്ക് അഡൾട്ട്ഹുഡിലേക്ക് പോകുന്നു. ആൻഡ് ഫൈനലി ഓൾഡ് ഏജ്, പ്രായമാവുകയാണ് നമുക്ക്, അല്ലെ, ഏജ്ഡ് ആവുകയാണ് നമ്മൾ, ഓൾഡ് ഏജ്. അപ്പൊ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ലൈഫിനെ നമ്മൾ സ്റ്റേജസ് ആക്കി തിരിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്, അല്ലേടാ കുട്ടികളെ? അതെ. അപ്പൊ ഇത് തന്നെ ചില ആളുകളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില വേരിയേഷൻസ് ഉണ്ടാവും. അതായത് ചില ആളുകള് എപ്പോഴും യൂത്ത് ആയിട്ട് നിൽക്കുന്നുണ്ടാവും, പ്രായം നല്ലോണം ആയിട്ടുണ്ടാവും, പക്ഷെ എപ്പോഴും യൂത്ത് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, അല്ലേടാ കുട്ടികളെ? അങ്ങനത്തെ ആൾക്കാരുണ്ട്, അല്ലെ. ചില ആൾക്ക് പ്രായം കുറവായിരിക്കും, പക്ഷെ കണ്ടാല് അഡൾട്ടിനെ പോലെ നല്ല എന്തായിരിക്കും, സൈസും നല്ല രീതിയിൽ മെച്ചുവേർഡ് ആയ പോലെ നമുക്ക് തോന്നാറുണ്ട്, അല്ലെ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇതാണ് സാറിന് ഇവിടെ പറയാനുള്ള കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം കേട്ടോ, ഇൻഫാന്റ് സ്റ്റേജ് ആണ്, പിന്നെ അവിടുന്ന് എർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റ് ചൈൽഡ്ഹുഡ്, അഡോളസന്റ് പീരീഡിലെത്തി, ഏർലി അഡൾട്ട്ഹുഡ്, മിഡിൽ അഡൾട്ട്ഹുഡ്, ലേറ്റ് അഡൾട്ട്ഹുഡ്. ഇവിടെ നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ ഓൾഡ് ഏജിലേക്ക് വരികയാണ് കേട്ടോ. ഓൾഡ് ഏജിലേക്ക് നമ്മൾ വരികയാണ്. ഇതിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സഞ്ചരിക്കണം, നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യും. ഓക്കെ, ഇതിലൂടെ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചേ മക്കളെ. ഫ്രം ഇൻഫാൻസി, ഒരു കൈക്കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ഇതുപോലൊരു ക്യൂട്ട് ബേബി, അല്ലെ, ഒരു കൈക്കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ അഡൾട്ട്ഹുഡിലേക്ക് മാറുമ്പോൾ, അഡൾട്ട്ഹുഡിലേക്ക് വരുമ്പോൾ അവർ ബോഡി അണ്ടർഗോ വേരിയസ് ചേഞ്ചസ്. അവർ ബോഡീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫീമെയിൽസിലും മെയിൽസിലും എന്ത് സംഭവിക്കുന്നുണ്ട്, ഫീമെയിൽസിലും മെയിൽസിലും ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, ഫീമെയിൽസിലും മെയിൽസിലും ബോഡിയിൽ എന്ത് വരുന്നുണ്ട് മക്കളെ, ചേഞ്ചസ് വരും. അപ്പൊ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് മെയിലിന് സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണ് കേട്ടോ. സാർ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് മെയിൽസിന് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. മെയിൽസിന് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് സാർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഓരോന്നിലേക്ക് പോകാം. ആദ്യം നമ്മുടെ കഴുത്തിലേക്ക് നോക്കാം. ഈ അഡോളസന്റ് പീരീഡിൽ എത്തുന്ന മക്കൾക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആ ഒരു ഏജിലേക്ക് എത്താൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ സൗണ്ടില് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെ. ചെറിയ കുട്ടികളുടെ സൗണ്ടും കുറച്ച് പ്രായമാകുന്ന സമയത്ത് വോയിസ് ക്രാക്ക് ചെയ്യും. നമ്മുടെ സൗണ്ട് ആ പാറപ്പുറത്ത് ചിരട്ട ഉരക്കുന്നത് പോലുള്ള ഒരു സൗണ്ട്, അല്ലെ, ഫീൽ ചെയ്യും, ക്രാക്ക് ചെയ്യും. അതിന് കാരണം നമ്മുടെ ലാറിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് ബോക്സ് ആണ്, നമ്മുടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ്, അല്ലെ. വൈബ്രേറ്റ് ചെയ്യും ലാറിങ്സ്. ആ ലാറിങ്സിന്റെ സൈസ് ഇൻക്രീസ് ഇൻ സൈസ്. അതുകൊണ്ട് തന്നെ വോയിസ് ഡീപ്പ് ആവും, പിച്ച് കുറഞ്ഞു പോകും, വോയിസ് ഡീപ്പർ വോയിസിലേക്ക് പോകും, കരയാവുന്ന
ഡീപ്പർ വോയിസിലേക്ക്, ബേസ് കൂടിയ വോയിസിലേക്ക് നമ്മുടെ സൗണ്ട് മാറും. ഇനി നമ്മുടെ എല്ലുകൾ ഉണ്ടല്ലോ, ഈ കയ്യിലും കാലിലൊക്കെ ബോൺസ് ഉണ്ട്. കയ്യിലും കാലിലൊക്കെ എന്തുണ്ട്? ബോൺസ് ഉണ്ട്. ഈ ബോൺസ് എല്ലാം എന്ത് ചെയ്യും? ഇൻക്രീസ്, അതിന്റെ സൈസ്, അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഈ ബോൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈറ്റ് ഒക്കെ കൂടുന്നത്. അഡോളസെന്റ് പീരീഡിൽ എത്തുന്ന സമയത്ത് ഹൈറ്റ് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഹൈറ്റ് വർദ്ധിക്കാനുള്ള ഒരു കാരണം അതാണ്. എന്തുകൊണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന സ്കെലിറ്റൽ ബോൺസ് എന്ത് ചെയ്യുന്നു? സ്കെലിറ്റൽ ബോൺസ് അവിടെ എന്ത് ചെയ്യുന്നു? നീളം വെക്കുന്നു, ഇലോങ്ങേറ്റ് ചെയ്യുന്നു. പിന്നെ അടുത്തെന്താ പറയുന്നത് നോക്കിക്കോളൂ, ഗ്രോത്ത് ഓഫ് പ്യൂബിക് ഹെയർ. അതായത് നമ്മുടെ സെക്സ് ഓർഗൻസിന്റെ ഭാഗത്ത് ഈ പ്യൂബിക് ഏരിയയിൽ ഹെയർ ഗ്രോത്ത് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യും. രോമ വളർച്ച, അതാണ് ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ആംപിറ്റ്, കക്ഷത്തിൽ, നമ്മുടെ ആംപിറ്റ്സിൽ എന്ത് ചെയ്യും? ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഹെയർ ദെൻ ബോഡി ഹെയർ ഓൾസോ, അതായത് ശരീരത്തിൽ ബോഡി ഹെയർ, ചെസ്റ്റിൽ ഹെയർസ് വരുന്നു. ഓക്കെ, പിന്നെ അബ്ഡോമിനൽ റീജിയനിൽ ഹെയർ ഗ്രോത്ത് വരുന്നു. അങ്ങനെ ഹെയർ ഗ്രോത്ത് സംഭവിക്കുന്നു. ഇൻക്ലൂഡിങ് ഫേഷ്യൽ ഹെയർ. ഫേഷ്യൽ ഹെയർ എന്ന് പറഞ്ഞാല് മീശയും താടിയും. ബിയാർഡ്, താടിയാണ് ബിയാർഡ്, മുസ്താഷ് മീശയും താടിയും വരാൻ തുടങ്ങുന്നു. ഫർദർ ഡെവലപ്മെന്റ് ഇൻക്ലൂഡിങ് എൻലാർജ്മെന്റ് ഓഫ് ടെസ്റ്റിസ്. അപ്പൊ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു ബോയ് അല്ലെങ്കിൽ ഒരു മെയിലിനെ സംബന്ധിച്ചിടത്തോളം, ആ മെയിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. അപ്പോൾ ടെസ്റ്റിസിന്റെ എൻലാർജ്മെന്റ് അവിടെ ഒരു വലിയൊരു ഫീച്ചറാണ്. ടെസ്റ്റിസ് കൂടാതെ ടെസ്റ്റിസ് ഉൾക്കൊള്ളുന്ന സ്ക്രോട്ടം എന്ന് പറഞ്ഞ ഒരു സഞ്ചി ഉണ്ട്. ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഇവിടെയുള്ളത്, അതിന് ഒരു സ്ക്രോട്ടം എന്ന് പറയുന്ന സഞ്ചി ഉണ്ട്, അതിനെ സറൗണ്ട് ചെയ്തിട്ട് ആ സ്ക്രോട്ടൽ സാക്ക് എന്ത് ചെയ്യും? എൻലാർജ് ആവും. പെനിസ് എൻലാർജ്മെന്റ്. പെനിസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള സാധനമാണ് പെനിസ് എന്ന് പറയുന്നത്. അത് ബോയ്സിലാണ് അത് എന്ത് ചെയ്യുന്നു? എൻലാർജ്ഡ് ആവുന്നു, അത് വലുതാവുന്നു. ആൻഡ് ഗ്ലാൻസ് ഓഫ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണിത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കുറെ ഗ്ലാൻഡുകളൊക്കെ ഉണ്ട്. കൗപ്പേഴ്സ് ഗ്ലാൻഡ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്നൊക്കെ പറയുന്ന ഗ്ലാൻഡുകളുണ്ട്. ആ ഗ്ലാൻഡുകളൊക്കെ എന്ത് ചെയ്യും? അതിന്റെ ഡെവലപ്മെന്റ് ഒക്കെ എന്ത് ചെയ്യും? ഇൻക്രീസ്ഡ് ആവും, അതിന്റെ ഡെവലപ്മെന്റ് ഒക്കെ എൻഹാൻസ്ഡ് ആവും. പിന്നെ അതുപോലെ തന്നെ മക്കളെ, ഇവിടെ ടെസ്റ്റിസ് എൻലാർജ് ആയി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്പേം എന്ന് പറയുന്നത്. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്പേം. അപ്പൊ ഈ അഡോളസെന്റ് പീരീഡിൽ എത്തിക്കഴിഞ്ഞാല് ഒരു ആൺകുട്ടിക്ക് സ്പേം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി അവിടെ കിട്ടുകയാണ്. അതാ സ്പേം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി കിട്ടും. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഓഫ് സ്പേം ഔട്ട്സൈഡ് ഓഫ് സെക്ഷൽ ഇന്റർകോഴ്സ്, ഇറക്ഷൻ ആൻഡ് ഡിസ്ചാർജ് ഓഫ് സെമിനൽ ഫ്ലൂയിഡ് മേ സംടൈംസ് ഒക്കർ. ഇവിടെ എന്തൊക്കെ സംഭവിക്കും? ഇറക്ഷൻ സംഭവിക്കും. ഇറക്ഷൻ എന്ന് പറഞ്ഞാല് സ്റ്റിഫ് ആവുക, പെനിസ് സ്റ്റിഫ് ആവുന്ന അവസ്ഥയാണ് ഇറക്ഷൻ സംഭവിക്കുക. അതുപോലെ തന്നെ സെമിനൽ ഡിസ്ചാർജ്, ഈ പെനിസിലൂടെ ഡിസ്ചാർജുകൾ സംഭവിക്കുന്നു. ജനറൽ ചേഞ്ചസ് ഇൻ ബിഹേവിയറൽ അസോസിയേറ്റഡ് വിത്ത് ആൻ ഇൻക്രീസ്ഡ് സെക്സ് ഡ്രൈവ്. സെക്സ് ഡ്രൈവ്, ഡിസയർ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഈ പ്രായത്തിലുള്ളവർക്ക് കൂടുന്നു. അപ്പൊ മക്കളെ നോക്കിക്കേ, ചെറിയ ഇൻഫാന്റ് സ്റ്റേജിലേക്ക് നമ്മൾ അഡോളസെന്റ് 10 വയസ്സ് കഴിഞ്ഞു, അതിൽ 16 വയസ്സിലേക്ക് എത്തുന്ന സമയത്ത് ഇത്രയും ചേഞ്ചസ് ഒരു ആൺകുട്ടിയിൽ സംഭവിക്കുമ്പോൾ, പെൺകുട്ടിയിൽ ഇൻഫാന്റ് സ്റ്റേജിൽ നിന്ന് പെൺകുട്ടികൾ ഡെവലപ്പ് ചെയ്ത് അവരുടെ ബോഡി അഡോളസെന്റ് പീരീഡിൽ എത്തുമ്പോൾ സമയത്ത് അവരുടെ ബോഡിയിലും ഒരുപാട് ചേഞ്ചസ് വരുന്നു. ഇവിടെ നിങ്ങൾ നോക്കണം, ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ബ്രസ്റ്റിന്റെ എൻലാർജ്മെന്റ് ആണ്. എൻലാർജ്മെന്റ് ഓഫ് ബ്രസ്റ്റ്. ബ്രസ്റ്റ് എൻലാർജ് ചെയ്യും. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഫീമെയിൽ ബോഡി അല്ലെങ്കിൽ ഫീമെയിൽ ആണ് മദർ ആവേണ്ടത്. ഓക്കെ, ഫീമെയിൽ ഇൻ ഫ്യൂച്ചർ എന്താവും? മദർ ആവും, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് നറിഷ്മെന്റ് വേണം, സോ അത് പാല് കുടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യും? ബ്രസ്റ്റ് എൻലാർജ്മെന്റ് സംഭവിക്കണം. ദെൻ വൈഡനിങ് ഓഫ് പെൽവിസ് റീജിയൻ. ഈ അരക്കെട്ടിന്റെ ഭാഗം, ഈ ഭാഗം വൈഡൻ ആവും, കുറച്ച് വീതി കൂടും. ആണുങ്ങൾക്ക് ഷോൾഡർ ആണ് ബ്രോഡർ ആവുക, പെണ്ണുങ്ങൾക്ക് അരക്കെട്ട് വൈഡർ ആവും. അതിന് കാരണം മക്കളെ, നമുക്കറിയാം ഒരു സ്ത്രീയാണ് അമ്മയാവുന്നത്. സോ അമ്മ എന്ന് പറയുന്നത് കുഞ്ഞിനെ പ്രസവിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ കുഞ്ഞ് എവിടെയാ ഉണ്ടാവുക? ഗർഭപാത്രത്തിൽ. അപ്പൊ ഈ ഗർഭപാത്രത്തിലാണ് കുഞ്ഞുണ്ടാവേണ്ടത്, യൂട്രസിൽ. അപ്പൊ ഇവിടെയാ യൂട്രസ് ഉള്ളത്. അപ്പൊ അവിടെ കുഞ്ഞിന് ഉൾക്കൊള്ളാൻ ഒരു സ്പേസ് വേണം. സോ അവിടുത്തെ ഹിപ്പ് എന്ത് ചെയ്യും? വൈഡൻ ആവും, പെൽവിസ് റീജിയൻ വൈഡർ ആവും. ഗ്രോത്ത് ഓഫ് പ്യൂബിക് ഹെയർ ആൻഡ് ആംപിറ്റ് ഹെയർ. അപ്പൊ ഈ പ്യൂബിക് റീജിയൻ, ഈ പ്രൈവറ്റ് റീജിയനിൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നു. ആംപിറ്റ്സിൽ എന്തുണ്ടാവുന്നു? ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നു. എൻലാർജ്മെന്റ് ഓഫ് വജൈന ആൻഡ് യൂട്രസ്. ഗർഭപാത്രവും അതുപോലെ തന്നെ വജൈനൽ ഓപ്പണിംഗ് ഉണ്ടാവുന്നു, എൻലാർജ്ഡ് ആവുന്നു. മെച്ചുറേഷൻ ഓഫ് ഓവറി. നേരത്തെ മെയിലിന്റെ കേസിൽ ടെസ്റ്റിസ് മെച്ചുവർഡ് ആവുന്നത് പോലെ തന്നെ ഇവിടെ ഓവറി മെച്ചുവർ ആവും. അങ്ങനെ ഓവറി മെച്ചുവർ ആവുമ്പോൾ ഓവുലേഷൻ ഉണ്ടാവും.
ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ. അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ ഉണ്ടാവും, മെൻസ്ട്രൽ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും, മെൻസ്ട്രേഷൻ നടക്കുകയാണ്, മാസം തോറും മെൻസ്ട്രൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നു. ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ് അണ്ടർ സ്കിൻ ഓഫ് ബട്ടക്സ് ആൻഡ് തൈസ്. ബട്ടക്സ് റീജിയനിലും കാലിന്റെ തൊടയിടുക്കിലും എന്തടിഞ്ഞുകൂടുകയാണ്? ഫാറ്റ് അടിഞ്ഞുകൂടുകയാണ്, ഫാറ്റ് അടിഞ്ഞുകൂടും. ജനറൽ ചേഞ്ചസ് ഇൻ ബിഹേവിയർ അസോസിയേറ്റഡ് വിത്ത് ആൻ ഇൻക്രീസ് സെക്സ് ഡ്രൈവ്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു മെയിലിൽ കണ്ടതുപോലെ ഇവിടെയും സെക്സ് ഡ്രൈവ് കൂടുന്നു. ഇത്രയൊക്കെ ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. അഡോളസെന്റ് പീരീഡിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസുകളെല്ലാം തന്നെ ബോഡിക്ക് സംഭവിക്കുന്നുണ്ട്. ഇനി ഞാൻ പറയുന്ന പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിക്കാം. എന്താ പറയുന്നത്? അണ്ടിൽ അറൌണ്ട് 10 to 12 years ഓഫ് ഏജ്, 10-12 വയസ്സ് സമയം, മോസ്റ്റ് ചേഞ്ചസ് ആർ റിലേറ്റഡ് ടു ഹൈറ്റ് ആൻഡ് വെയിറ്റ്. അപ്പൊ 10-12 വയസ്സ് വരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈറ്റ് വെക്കുന്നു, നമുക്ക് വെയിറ്റ് കൂടുന്നു എന്നുള്ളതാണ്. ആഫ്റ്റർ ദിസ്, ഈ 10-12 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അതർ നോട്ടീസിയബിൾ ചേഞ്ചസ് ബിഗിൻ ടു ഒക്കർ. മറ്റു പല ചേഞ്ചസും വരാൻ തുടങ്ങും. മീശ താടി വരുന്നു, ബ്രസ്റ്റ് എൻലാർജ് ചെയ്യുന്നു, അങ്ങനെയുള്ള ചേഞ്ചസ്. മാർക്കിംഗ് ദ ഓൺസെറ്റ് ഓഫ് അഡോളസൻസ്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അഡോളസെന്റ് ആയി അല്ലെങ്കിൽ അഡോളസെന്റ് പീരീഡിലേക്ക് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദിസ് ഈസ് എ പീരീഡ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത്. ശ്രദ്ധിക്കുക, വളരെ പെട്ടെന്ന് ചെറിയ സമയത്തിൽ ഉണ്ടാവുന്ന വളർച്ച, റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ടിപ്പിക്കലി ഒക്കറിംഗ് ബിറ്റ്വീൻ ഏജസ് ഓഫ് 10 to 90. ഒരു 19 വയസ്സ് വരെയൊക്കെ ഈ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ കാണാം. ഡ്യൂറിങ് അഡോളസെൻസ് ദ ബോഡി പ്രിപ്പയർസ് ഫോർ അഡൽട്ട്ഹുഡ്. അഡൽട്ട്ഹുഡിലേക്ക് നമ്മൾ ഒരു അഡൽട്ട് ആയി മാറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അവിടെ നടക്കുന്നത്. പിന്നെന്താ പറയുന്നത് നോക്കിക്കോളൂ. ഹ്യൂമൻസ്, മനുഷ്യർ, ലൈക്ക് മോസ്റ്റ് അതർ ലിവിംഗ് ബീങ്സ് കനോട്ട് റീപ്രൊഡ്യൂസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദെയർ ബർത്ത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ജനിച്ച ഉടനെ നമുക്ക് കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ജനിച്ച ഉടനെ നമ്മൾ ചെറിയ കുട്ടികളാ, ചെറിയ കുഞ്ഞാ. ആ കുഞ്ഞു വലുതായി 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 അഡോളസെന്റ് പീരീഡിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഹ്യൂമൻസ് ലൈക്ക് മോസ്റ്റ് അതർ ലിവിംഗ് ബീങ്സ് കനോട്ട് റീപ്രൊഡ്യൂസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദെയർ ബർത്ത്. ദെയർ ബോഡി നീഡ് ടു ഗ്രോ ആൻഡ് റീച്ച് എ സ്റ്റേജ് ഓഫ് മെച്യൂരിറ്റി ടു ബി ഏബിൾ ടു റീപ്രൊഡ്യൂസ്. അതാണ് സാർ നേരത്തെ ഫസ്റ്റ് തുടങ്ങുമ്പോൾ പറഞ്ഞത്. നമുക്കൊരു മെച്യൂരിറ്റി എത്തണം. ആ മെച്യൂരിറ്റി എത്തിയെങ്കിൽ മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആസ് ഹ്യൂമൻ ഗ്രോ ആൻഡ് ഡെവലപ്പ്, നമ്മൾ വളർന്ന് നമ്മുടെ ബോഡി ഡെവലപ്പ് ആവുന്ന സമയത്ത് they experience significant physical, emotional and behavioral changes. അല്ലേ മക്കളെ? നമ്മൾ പ്രായപൂർത്തിയാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫിസിക്കൽ ചേഞ്ച്. ഇമോഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ചേഞ്ച് വരുമ്പോൾ ഹോർമോൺസിന്റെ പ്രൊഡക്ഷനിൽ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലും ഹോർമോണിന്റെ പ്രൊഡക്ഷൻ എക്സ്ട്രാ സെക്രീഷൻ നടക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ആ സമയത്ത് നമുക്ക് ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവും. പെട്ടെന്ന് ദേഷ്യം വരാ, പെട്ടെന്ന് സങ്കടം വരിക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു. അലോങ് വിത്ത് ദി എബിലിറ്റി ടു റീപ്രൊഡ്യൂസ്. ആ സമയത്ത് തന്നെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും കിട്ടും. അഡോളസെന്റ് പീരീഡിൽ എത്തുന്ന ഒരു പെൺകുട്ടിക്ക് അമ്മയാവാനുള്ള കഴിവ് ലഭിക്കുമ്പോൾ ആൺകുട്ടിക്കാവട്ടെ അച്ഛനാവാനുള്ള കഴിവ് ലഭ്യമാകുന്നു. സം ഓഫ് ദീസ് ചേഞ്ചസ് മേ ക്വയറ്റ് ക്ലിയർലി ഒബ്സർവബിൾ. ചില ചേഞ്ചസ് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിൾ എക്സാമ്പിൾ, ബിയാർഡ് ആൻഡ് മുസ്താഷ് ഇൻ മെയിൽസ് കാണാൻ പറ്റും, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോ ഫീമെയിൽസ് കേസിൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, ഹിപ്പ് എൻലാർജ്മെന്റ് ഒക്കെ ഒബ്സർവബിൾ ആണ്. പക്ഷെ ചിലത് വൈൽ അതേഴ്സ് ഒക്കർ ഇന്റേണലി ആൻഡ് മേ ഗോ അൺനോട്ടീസ്ഡ്. ചില ചേഞ്ചസ് നമ്മുടെ ബോഡിക്കകത്താ, ബോണിന്റെ എൻലാർജ്മെന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു. ഇതൊക്കെ ബോഡിയുടെ ഉള്ളിലുള്ള ഹോർമോൺ ചേഞ്ചസ്, വി കനോട്ട് ഒബ്സർവ് ഇറ്റ്. നമുക്കത് ഉള്ളിലുള്ള സംഭവങ്ങൾ കാണാൻ പറ്റില്ല. പക്ഷെ ചേഞ്ചസ് ഉള്ളിലും സംഭവിക്കും, പുറത്തും സംഭവിക്കും. പുറത്തുള്ളത് ഒബ്സർവബിൾ ആണ്, ഉള്ളിലുള്ളത് അൺഒബ്സർവബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ജസ്റ്റ് നമ്മുടെ ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുന്നു, അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്. സോ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ മക്കളെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ലഭിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഇനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഈ ചാനലിലൂടെ 7th CBSE എക്സ്ക്ലൂസീവ് കണ്ടന്റ്സും ലൈവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരിക്കലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ മക്കളെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.